എപ്പോഴാണ് ഗ്രീമയും അമ്മയും ഒക്കെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? ഞങ്ങൾ കണ്ടത് ചേച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഈ കഴിഞ്ഞ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചി മരിച്ചതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചേച്ചി വന്നത്. ചേട്ടനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴൊക്കെ കാണുകയും അപ്പച്ചിക്ക് വായിക്കരിയുടെയും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു നോർമൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുമായിരുന്നു. ചേട്ടനോട് എന്തെങ്കിലും ലാസ്റ്റ് പറയുകയോ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും? അതായത് ഇപ്പം 19-ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൺഡേ അപ്പച്ചി മരിച്ചു, ട്യൂസ്ഡേ ആണ് ബോഡി എടുത്തത്. ഓക്കെ, അപ്പം ട്യൂസ്ഡേ വൈകിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ അടുത്ത്, അതായത് ചേട്ടൻ ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പച്ചി കുറച്ചൊന്ന് ക്രിട്ടിക്കൽ അസുഖം ആയിരുന്ന സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ചേച്ചി മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും തുടർന്ന് നമ്മളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുകയും അവക്കാലത്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയത്. ആ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേച്ചിയുടെ അമ്മ ഈ ബോഡി എടുത്ത ദിവസം വൈകിട്ട്, അതായത് ചേച്ചി ഇപ്പം മരിച്ച ദിവസം അതിൻ്റെ തലേന്ന് ചേട്ടൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയും ചേട്ടൻ പറഞ്ഞു, നമുക്കിപ്പം ഇതല്ല നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല, ഇപ്പോഴല്ല അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയും. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ കാര്യത്തിൽ നേരത്തെ ഉള്ള അതേ തീരുമാനം എന്ന തീരുമാനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നവരടുത്തൊക്കെ സജിത ആൻറ്റിയാണ് ഇത് സംസാരിച്ചത്, ചേച്ചിയല്ല. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു നാളെ രാവിലെ വീട്ടിൽ വന്നേക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിരുന്നോ? ഇത് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാനും മോളും പോവും, ഈവൻ അങ്കിൾ മരിച്ചപ്പോൾ, അതായത് ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും എന്നുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു അന്ന് തൊട്ടേ പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സൂയിസൈഡ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചില്ല, നാളെ രാവിലെ വീട്ടിൽ വരണമെന്ന് മാത്രം പറഞ്ഞു. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് അങ്ങനെയാണ്